ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന പറയുകയാണ്, പ്രേമം തോന്നിയേക്കുന്ന കല്യാണിയോടും എൻ്റെ ചേച്ചിയോടും അനിയത്തിയോടൊക്കെ തന്നെ, വേറെ ആരോടും അല്ല. പക്ഷെ ഇപ്പോൾ ഒരാളോട് ഭയങ്കര പ്രേമമുണ്ട്, പക്ഷെ ആളത്ര അബ്നോർമൽ അല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കും ആരാന്ന് ചോദിക്കുമ്പം അത് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരനെ അറിയാമെന്ന് പറയുക. അത് കഴിയുമ്പോൾ നയന ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, അവൾ പറഞ്ഞ കറക്റ്റാ, ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ഞാൻ അത്ര നോർമലല്ല എന്ന് അവൾ ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് കിരണിനെ കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. അന്ന് കിരൺ ചോദിക്കുന്നുണ്ട്, നീ മുത്തശ്ശനും മുത്തശ്ശിക്ക് വേണ്ടിയേ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞെങ്കിലും അവരാരും കൂട്ടിക്കൊണ്ട് വരാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നന്നായിട്ടറിയാം. പിന്നെ നിൻ്റെ കമ്പനിക്ക് അവൾ എത്രത്തോളം ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കല്യാണി എനിക്ക് ജീവിതത്തിലോട്ട് വന്നപ്പോൾ എത്രത്തോളം ലാഭമാണോ ഉണ്ടാക്കിയത്, അതിൽ കൂടുതൽ നയന നിനക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള ഭാര്യേനെ ഒന്ന് സ്നേഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. MBA പഠിക്കുന്നതോടെ വരെ നമുക്ക് ഒരേ സ്വഭാവമായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ നിൻ്റെ സ്വഭാവമൊക്കെ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അവളിപ്പോൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കിരൺ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണോ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണിയോട് അവൾ പറഞ്ഞത് ആ വീട്ടിൽ നിന്ന് അവൾ പോവും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്, ഞാനും അതിന് സപ്പോർട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആദർശിന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പറയാം, അതെന്തിനാ അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യേണ്ടെന്നൊക്കെ പറയുമ്പോൾ കിരണ് മനസ്സിലാവുകയാണ് ഇപ്പോൾ ഇഷ്ടമുണ്ടെന്ന്. പിന്നെ കാണിക്കുന്ന അനീനെയാണ് കേട്ടോ. അനിയുടെ അടുത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വരുമ്പം അനി അവരോട് ദേഷ്യപ്പെടും കേട്ടോ. നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ അവൾ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നതെന്നൊക്കെ പറയും. അവർ പറയും, അങ്ങനെ അല്ലടാ, അതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. എങ്കിലും അനി ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അവരത് ചോദിക്കാൻ വേണ്ടി നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുവാണ്. നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നന്ദു ഇതുപോലെ പറയുക, ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അനീനെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു, ഞങ്ങളുടെ ലൈഫിൽ നീ ഒരു വലിയ പാർട്ടായിരുന്നു, ഇപ്പോൾ ആകെ മാറിപ്പോയി, എന്തിനൊക്കെയോ കള്ളം പറയുക പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് നയനയ്ക്ക് വേണ്ടി കുറേ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ബാക്കി ദേവയാനിക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ മേടിച്ചുകൊണ്ട് വന്നതല്ലേ തലേ വെച്ചതാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് വെറുതെ മേടിച്ചതാണോ? അപ്പം പറയും, നിനക്ക് വേണ്ടപ്പോഴും മേടിച്ച് തരും, നീ ആവശ്യപ്പെടുമ്പോഴും മേടിച്ച് തരും എന്ന് പറയുകയാണ്. ഇത് കണ്ടുകൊണ്ട് ദേവയാനിയും ജലജയും വരുവാണ് കേട്ടോ. ഇത് കാണുന്ന ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, ദേവിമാരെയൊക്കെ പൂ കൊണ്ട് മൂടുന്നൊരു ചടങ്ങുണ്ട്, അതുപോലെ നീ ഇവളെ പൂ കൊണ്ട് മൂടുവാണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ജലജ പറയുന്നുണ്ട്, അവൻ തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ആദർശം, തലമറന്ന് ഞാനല്ല എണ്ണ തേക്കുന്നത്, അത് അപ്പച്ചിയുടെ മോനായിരിക്കും എന്ന് പറയുവാണ്. ഇതെല്ലാം ചെയ്യാൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ട്, നീയും അത്ര മോശമൊന്നും അല്ല, നീയും കണക്കാ, നീ എന്നോട് ഒരിക്കൽ പോലും മുല്ലപ്പൂ വേണമെന്നോ പറയാണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. എല്ലാം കേട്ട് മതിയായിട്ട് ആദർശ് ഒന്നും മിണ്ടാണ്ട് മുകളിലോട്ട് പോവാണ്. അതേ സമയത്ത് ജലജ നയനോട് പറയുന്നുണ്ടോ, ഇവളുടെയൊക്കെ ഒരു സമയം അല്ലാതെ എന്ത് പറയാനാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നയനോട് തലേ വെച്ച് കൊടുത്ത മുല്ലപ്പൂ എല്ലാം വലിച്ചു പറിക്കുകയാണ് കേട്ടോ. അങ്ങനെ നീ ഇത് തലേ വെച്ചുകൊണ്ട് നടക്കണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് അവിടെ പിച്ച് ചീന്തി ഇടുവാണ്. അപ്പോഴേക്കും നയനയ്ക്ക് ആകെ വിഷമവുമാണ്. നയന അതെല്ലാം നിലത്തുനിന്ന് പെറുക്കിയെടുത്ത് അത് നോക്കിയിരുന്ന് കരയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശം മോളിൽ പോയി ഇങ്ങനെ കിടക്കുവാണ് കൗച്ചിൽ. അപ്പോഴത്തേക്കും ജയനോട് വന്നിട്ട് പറയും, എടാ നിൻ്റെ അമ്മ അറിയണ്ട, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം, എനിക്ക് നമ്മുടെ മരുമോളോട് റെസ്പെക്റ്റും സ്നേഹമൊക്കെയാണ്, കാരണം അവൾ ഈ ഇത് കമ്പനിക്ക് വേണ്ടി ചെയ്തേക്കുന്നതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല അവൾ കൊണ്ടുവന്ന എത്ര ലാഭം പല സമയത്തും നമുക്ക് സഹായത്തിനായിട്ടാണ് അവളിത് ചെയ്തേക്കുന്നത്, അല്ലാതെ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല. അങ്ങനെയുള്ള മരുമോളെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നീ എന്തായാലും അനിയുടെ കല്യാണം വിളിക്കാൻ പോകുമ്പം അമ്മ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നയനയോടെ കൂട്ടിയിട്ട് പോകും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും അവളോട് ദേഷ്യം വല്ലതും ഉണ്ടോ, നയനയോട് വേറെ ഇഷ്ടമൊക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ എന്നോടൊരു രഹസ്യം പറഞ്ഞുകൊണ്ട് ഞാനും അച്ഛനോടൊരു രഹസ്യം പറയാം, കല്യാണത്തിന് മുമ്പ് നയന എന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ജയന് ചിരി വരുവാണ്. എന്നിട്ട് ജയൻ ഇങ്ങനെ തിരിച്ച് കളിയാക്കിയിട്ട് ആദർശനോട് പറയാം, കല്യാണത്തിന് മുമ്പല്ലേ അടിച്ചത്, കല്യാണം കഴിഞ്ഞ അടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അത് നിൻ്റെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി, നിൻ്റെ കയ്യിലിരിപ്പിന് കല്യാണത്തിന് ശേഷവും കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ജയൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ, ഞാൻ അങ്ങനെ ഒരാളായിരുന്നല്ലോ, ഇപ്പോൾ കിട്ടേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആദർശ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.